വേറാണ് ഇല്ല ഇതെന്താ ആട്ടോടെ ഒന്നുമില്ല. വാ നീ വാ ധൈര്യമായിട്ട് വാ 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 വാ. ഋഷീസ് വേൾഡിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ പൂളമംഗലത്താണ്. ഞങ്ങൾ എല്ലാരും കൂടി കടൽ കാണാൻ പോവും അല്ലേ? തിരൂര് എവിടെയാണ് ഇതേട്ടാ? നമ്മുടെ അവിടെ തന്നെയാണ്. എന്താണ് കൂട്ടായി ബീച്ചിലെ അഴിമുഖത്തേക്ക്. അപ്പോ ഞങ്ങളുടെ ആ വിശേഷമാണ് ഇന്ന് കാണിക്കുന്നത്. അച്ഛതാ രഞ്ജേട്ടുണ്ട്. രേണു മാസ്ക് ഇടാൻ പോയിട്ടുണ്ട്. അമ്മ വരണില്ല എന്ന് പറഞ്ഞു. ചേച്ചി ഉണ്ട്, നമ്മളെ സുന്ദരിക്കുട്ടി ഉണ്ട്. രേണു ആയോ? ഇതാ ഋഷിക്കുട്ട, ഋഷി ഹായ് പറയൂ. ഋഷിക്കുട്ട ഹായ് പറയൂ, ഹായ് പറയൂ. രേണു വാ, ഇതാ രേണു. അപ്പോ ഞങ്ങള് ഇന്ന് പോണ യാത്രയാണ് കാണിക്കുന്നത് കേട്ടാ. അപ്പോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് അറിയിക്കുക. ഇന്നത്തെ സാരഥി രഞ്ജോളിയനാണ്. എന്താ കൂട്ടായി റൂട്ടിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അഴിമുഖത്തേക്ക്. ചിലപ്പോൾ അഴിമുഖം എത്തുന്നതിന് മുന്നേ നമ്മൾ അവിടെ ഒരു തൂക്കുപാലുണ്ട്, അവിടെ ഒന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അതും കൂടി കണ്ടിട്ടേ പോവുള്ളൂ. ഋഷി എവിടെ? ഋഷി കുഞ്ഞാറ്റ ഉറങ്ങി. അതെ അതെ അതെ. ആദ്യം നമുക്ക് തൂക്കുപാലം കണ്ട്. ഋഷി നല്ല പോക്കിരിത്തരം കാണിക്കുന്നുണ്ട് അവിടെ. അച്ചോട്ട് അടങ്ങിയിരിക്കുകയാണ്. സുന്ദരി ഇറങ്ങി. കുഞ്ഞാറ്റ ഉറങ്ങി അല്ലേ? പാട്ട് പാടണ്ട, കോപ്പിറൈറ്റ് അടിക്കടി. ഇത് എന്റെ ശബ്ദം തന്നെയാണ്. അതെയാ, എന്നാ കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഗ്രൗണ്ടിന്റെ അവിടെ ലെഫ്റ്റ് എടുക്കണം. കുറച്ചും കുഴപ്പമില്ല. പ്രാവ് നോക്കി വെച്ചു. പ്രാവിനെ കാണിച്ചു വളർത്തുന്ന തോന്നുന്നുണ്ട് കേട്ടോ. നമ്മള് തൂക്കുപാലത്തിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഇതോട്ടം മേടിച്ചോളൂ കേട്ടോ. എടുക്കട്ടെ, ഭാവി യൂട്യൂബറാണ്. കാണുന്നില്ലേ എല്ലാവരും അവിടുന്ന് ഇറങ്ങി വരുന്നത്. ഇങ്ങനത്തെ ഒന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ തൂക്കുപാലത്തിന്റെ അവിടെ എത്തി. വണ്ടി ഇവിടെ നിർത്തി ജസ്റ്റ് ഇങ്ങനെ നടന്നു പോവാണ്. അളിയനും കുട്ടികളൊക്കെ മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഋഷി യെസ്. ഇതെവിടെ കക്കൊക്കെ പാരിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ കൊറോണ കാലത്ത് നല്ലൊരു അവസരമാണ്. നമുക്ക് തൂക്കുപാലത്തിൽ ആരും ഇല്ല. അടിപൊളി കേട്ടോ. നമുക്ക് ഇതിന്റെ അത്യം വരെ പോണട്ടെന്ന്. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പേടിച്ചിട്ടല്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം. ഒരാൾ കേറി. രേണുവാ അളിയാ നിങ്ങള് പോരെ. ആട്ടല്ല ധൈര്യമായിട്ട് പോരെ, അതല്ലേ പറഞ്ഞു.
കയറി ഒരു കുഴപ്പമില്ല. ഞാൻ പിടിക്കാം കുട്ടീനെ. ഇത് നമ്മള് ഫസ്റ്റ് മാസ്ക് വേണ്ട, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ മാത്രമല്ലേ മാസ്ക് ഒക്കെ ഒരുക്കുള്ളൂ. ഞാൻ നടന്നോളൂ, സെന്റർ പോട്ടെ. കളിയാ കുഞ്ഞാട്ടെ, പോട്ടെ 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 പോട്ടെ. രേണു നടക്ക് രേണു. ഈ ഇല്ലടാ ഒരു കുഴപ്പമില്ല, നീ ചെല്ല്. ഇല്ല ഒരു കുഴപ്പമില്ല രേണു. രഞ്ജന്റെ ഉള്ളില് പഞ്ചാബി ഹൗസില് മറ്റേ കൊച്ചിനെളിപ്പ ചിരിക്കണ പോലെ ചിരിക്കാണോ കരയാണോ? ഒരു കുഴപ്പമില്ല. നടക്ക് നടക്ക് നടക്ക്. ഇതൊന്നുമില്ല, ഒക്കെ കട്ടാണ് അല്ലേ അച്ചുവാ? രണ്ടും കണ്ടു കൈ വിട്ട് തരണ. ഇല്ലടാ ഒന്നുമില്ല. ഏയ് നീ വായു കൂടി പോവാന്ന് വിചാരിച്ചോളെ. ഇല്ല ഇല്ല പോയിക്കോ, അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം, ഒരു കുഴപ്പമില്ല. ഇല്ല ഇല്ല ദർക്കുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. വേറാണ് ഇല്ല. ഇതെന്താ ആട്ടോടെ ഒന്നുമില്ല. വാ നീ വാ, ധൈര്യമായിട്ട് വാ. വാ വാ വാ. ഇത് നടക്ക് നടക്ക്. അവരത് പോകുന്നു. നിങ്ങളോടൊന്നോ അവിടെ നിന്നോ. അപ്പൊ ഏകദേശം നമ്മള് സെന്റർ ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതാ നമ്മള് ഇതിന്റെ അവിടെ നിന്ന് ഒരു ഫുൾ വ്യൂ കാണിക്കാം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ രഞ്ജുവളിയനും രേണുവും തിരിച്ചു പോവാണ്. അവരവിടെ എത്തി. ഉണ്ടാ, ഇതാണ് ഇവിടെ നിന്ന് മോളിൽ നിന്നുള്ള വ്യൂ. എങ്ങനെയുണ്ട് ചേച്ചിയാ? സൂപ്പർ അല്ലേ? അടിപൊളി. എവിടെ? അതെ അതെ, അവിടെ നല്ല രസമുള്ള നല്ലൊരു വൈബല്ലേ. എക്സ്പീരിയൻസ് കിട്ടാതെ പോയി. അതങ്ങനെ തന്നെ ലാസ്റ്റ് എത്തിയില്ല. അതാണ് ആ അത് ഏട്ടൻ ആട്ടുന്നതാണ്. മിതോട്ടൻ ആട്ടാണ്. മിതോട്ടൻ ആട്ടുന്നേട്ടാ. ആ ശരിയാണ്. ഇനി നമ്മൾ ഇത്രയും കൂടി കവർ ചെയ്യാണ്ട്. പക്ഷെ നമ്മൾ ഇനി ബീച്ചിൽ പോവാനുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് അസ്തമയം കാണാൻ വേണ്ടിട്ട് നോക്കാം. നമുക്ക് ആട്ടണിൽ ചേച്ചി നടന്നോ? നമ്മള് അങ്ങനെ തൂക്കുപാലത്തു നിന്ന് തിരിച്ചു വരികയാണ്. അച്ചു കളിക്കാന്ന് അവിടെ എത്തൂല. അച്ചുവോ നമ്മളെ കാത്തിട്ട് നവവധുക്കൾ അവിടെ നിക്കണുണ്ട്. കയ്യിലൊരു ട്രോഫി ഉണ്ട്. ഋഷിക്കൂടും ചിരിക്കണ്ട. ആരാ ചിരിക്കണേ? ആരാ ചിരിക്കണേ? ആരാ ചിരിക്കണേ? പേടിണ്ടാ? അത് കൊറേ ആയില്ലേ കേറിയിട്ട്. അതാണ് നല്ല പേടിണ്ട് അവർക്ക്. ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി നമ്മൾ നേരെ അഴിമുഖത്തേക്ക് അല്ലേ? ഇപ്പൊ എല്ലാരും പോയി വേഗം വണ്ടി കയറി. നമ്മളിത് ഇവിടെ ഏകദേശം എത്തി. ഇവിടെ സീസോൺ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ പാർക്ക് പോലെയുള്ള അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. നേരെ പോട്ടെ അല്ലേ? ചവിട്ടിക്കോളെ. 2 4 5 ആള്. എത്ര വാങ്ങിയ? 5 ആൾക്ക് 80 അല്ലേ? ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ കയറുമ്പോ പടിഞ്ഞാറേക്കര ടൂറിസം ബീച്ച് എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഇവിടെ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോലെയോ. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മളിതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇതുകൊണ്ട് ഒരു കോള് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്തു. ചൂടോടുക്കനെ കടലുണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ഏട്ടൻ. ഇപ്പൊ വേണ്ട, റിട്ടേൺ വരുമ്പോ നോക്കാം. നമ്മുടെ കല്യാണത്തിന്റെ അല്ലേ ചില ഭാഗങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു. സൂര്യൻ മുങ്ങിപ്പോയി, നമ്മളെത്താൻ നേരം വൈകി. നല്ല തണുപ്പുണ്ടല്ലേ ചേച്ചിയെ? നല്ല തണുപ്പുണ്ട് ഇവിടെ. അച്ചട്ടിനുണ്ട്, മാസ്ക് ഉണ്ട്. ആ 2 നവവധുക്കള് വീഡിയോ എടുത്ത സ്ഥലമാണ് കേട്ടത്. ഞങ്ങളും ചില ഭാഗങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോയിലുണ്ട്. അച്യുതന ഉണ്ടായിരുന്നു. ആ ഋഷി കഴിഞ്ഞ പ്രാവശ്യം കടല് കണ്ടിട്ട് പേടിച്ച ആളാ. ഇപ്പൊ തന്നെ കണ്ടാ അതിന് പേടിയാണ്. ഇനി ഇതോടെ വീഡിയോ എടുത്തോളുന്നാല്. ഋഷിക്കുട്ടിന് ഭയങ്കര പേടിയേട്ടാ. ഋഷിക്കുട്ടിനെ ചേച്ചി കെട്ടിപ്പിടിച്ച് നടക്കുക. എന്താ ഋഷിയേ? ഋഷി പേടിയായിട്ട് കരയുണ്ടേ. അമ്മ എടുക്കണാ? ഋഷിക്കുട്ടും പേടിയായിട്ട് കരയാണേ. കടല് ആരെടുത്തേക്കില്ല. ഭയങ്കര പേടിയല്ലേ? ഇതോടെ വീഡിയോ എടുത്തോളൂ. കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പേടിയാണ് അവനെ. ഋഷിക്കുട്ടൻ പേടിച്ചിട്ട് എന്തൊക്കെയാ കാട്ടണം. അങ്ങോട്ട് പോണ്ട അച്ചുവോ, അവന് പേടിയാണ്. ആ അച്ചു വാടാ, നമുക്ക് കാലം വെച്ചിട്ട് വരാം. വാ ഋഷി, ടാറ്റാ ടാറ്റാ ടാറ്റാ. അച്ചു പോയിട്ട് വെള്ളം തൊട്ടുവാ.
കാല് കാണിച്ചോ. ഋഷി എന്തു പറ്റി? എന്തിനാണ് കരയണേ? ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്. ഋഷി എന്തിനാ ബാബ പേടിക്കണേ? പേടിക്കണ്ട, അച്ഛല്ലേ. ഇതൊന്ന് ഞാൻ എടുക്കാവനെ. ഇതാ അച്ഛൻ എടുക്കടി. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അച്ഛൻ എടുക്കാം, നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. നമ്മൾ പോവാം. രണ്ട് കാലിന് തന്നെയാണ് ചേച്ചി. അച്ഛത്തിന് കാലിൽ നനയ്ക്കാൻ നിൽക്കുന്നുണ്ട്. ഓയ് വലിയ തര, വലിയ തര. അയ്യോ വരണ വരണ വര. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ലക്ഷ്മാവ അങ്ങോട്ട് പോയി. ആ പോണേ, നമുക്ക് നീ അങ്ങോട്ട് പോയി നോക്കുക. അവിടെ കുട്ടികളെ കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതാ ഭാഗത്ത് മാനം തൊട്ട് താഴെ വന്നിക്കണാരില്ലേ. വലിയ തര, വലിയ തര, വലിയ തര. അതാ വന്നതാ വന്നേ. ഓടിക്കോ. ഇടയ്ക്ക് നല്ല വലിയ തര വരുന്നുണ്ട് കേട്ടാ. അങ്ങോട്ടൊക്കെ വരണേ, അവിടുന്ന് വരണേക്ക് മുമ്പ് അവിടുന്ന് ഇങ്ങനെ കുതിച്ച് കുതിച്ച് വരണു. ഇതാണ് ദൈവത്തിന്റെ ഒരു ഇതില്ലേ, ഒരു കൃത്രിമം ഒന്നും ഇല്ലാണ്ട് ഓളം വെട്ടി വരുന്നത്. ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ് നമ്മൾ കാണുന്നത്. കടല് തിരയടിച്ചു വരുന്നത്. അടിപൊളി. കടലിങ്ങനെ ചാടി ചാടി വരുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാനം തൊട്ട് താഴെ. ആ ഭാഗത്തൊരു ബോട്ട് ഉണ്ടല്ലേ. ബോട്ടല്ലേ അത്? കപ്പലോ? രാത്രിയായ കടലിന് ശക്തി കൂടുവോ? ആ വെറുതെ അല്ല, ശക്തി കൂടുതലുള്ള മാതിരി തോന്നുക. സൂപ്പർ. നല്ല തണുത്ത കാറ്റല്ലേ. നമ്മുടെ കുഞ്ഞാറ്റിക്ക് തണുക്കുണ്ടോ? കുഞ്ഞാറ്റി തണുക്കുണ്ടോ? ഇരുട്ടായോണ്ട് ലൈറ്റ് കുറവാണ്. ഞങ്ങള് കടപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. അവിടെ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള. അങ്ങോട്ട് പോയൊക്കെയാണ്. ഋഷിക്കുട്ടനും അച്ഛനും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്.
നമ്മള് അവരെ തേടി ഇറങ്ങിയപ്പോ അവരിതാ ഞങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നു. ജസ്റ്റ് നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്താ പൊന്നാ നമ്മൾ ഇങ്ങനെ പോണു ഇതോട്ടാ, ഇങ്ങനെ പോണ്. തിരയേണ്ട വരില്ല. ഋഷിക്കുട്ടന്റെ പേടി പോയാ? ഞങ്ങള് ബുറു കാണാൻ പോവല്ലേ ഇനിയില്ലേ? ഇനി ബു ഏട്ടന്മാരൊക്കെ വണ്ടി ഓടിക്കുന്നത് കാണാൻ പോവാ. എവിടെ അവര് വരുന്നുള്ളൂ. ഈ ലൈറ്റ് ക്യാമറയ്ക്ക് അടിച്ചിട്ട് ആകത് മങ്ങല്. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ അവിടെ. തോണിയൊക്കെ കയറ്റി വെച്ചണല്ലോ. ഉണ്ട്, ഞങ്ങൾ അന്ന് വന്നപ്പോ കളിച്ചായിരുന്നു. ഇതാ കുട്ടികൾക്ക് വേണ്ടിയുള്ള അത് ശരി. നല്ല ഭംഗിയുണ്ട് കാണാൻ. അമ്പോ സംഭവം രസമുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികൾക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാ. മഴ വരുന്നുണ്ട് തോന്നുന്നുണ്ട്, ഇടയ്ക്ക് ഒരു തുള്ളല്. ആ മഴ തുള്ളുണ്ട് കേട്ടോ. പോവാ നമുക്ക്. ആ കുട്ടികൾക്ക് വണ്ടി ഓടിക്കാം. അതെ അതെ, കുട്ടികളോട്ടൊക്കെ വന്നാൽ അവർക്ക് നേരം പോവാനേ. അതെ അതെ. അച്ചൂട്ടൻ അവിടെ നീന്തിക്കൊണ്ടിരിക്കുക. നമുക്ക് പതുക്കെ പോയാലും മഴ തുള്ളിരുന്നുണ്ട്. പൊട്ടിച്ചിട്ടില്ല. ഇപ്പൊ 2 കുട്ടികളും കൂടി വന്നിട്ടോ. അച്ഛന് ഫ്രണ്ട്സായി. ചോള കഴിക്കുക. അപ്പൊ അച്യുതൻ കളിയൊക്കെ മതിയാക്കി ഞങ്ങൾ പോവാണ്. ഇരുട്ടായി നേരം. ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക്. ചോളാപ്പൊരി ഉണ്ടാക്കി വെക്കുകയാണ് അതില്.
ആറാളല്ലേ? അഞ്ചാളാ? അല്ല, ആ അഞ്ചാള തന്നെ. ചായ കഴിട്ടോ? നല്ലൊരു ഐസ്ക്രീം മേടിച്ചു. ചേച്ചി അവിടെ മേടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റ് കാരണം ആകെ വീഡിയോ മങ്ങല. ആ അതാ ഇവരിവിടെ കഴിക്കുന്നുണ്ട്. ഋഷിക്കിട്ടാ കുഞ്ഞാറ്റ കഴിക്കണ്ട? കുഞ്ഞാറ്റേ നോക്കണ്ട്. അപ്പോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. വീഡിയോ അതിൻ്റെ ചെയ്യാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.